താടിയിൽ രോമ വളർച്ചയുണ്ടോ? റിമൂവ് ചെയ്താലും കുറച്ച് ദിവസം കഴിയുമ്പോൾ ചിന്നിലോ അപ്പർ ലിപ്പിലോ വീണ്ടും തിക്ക് ഹെയർ വളരുന്നത് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ? ഇത് PMOSന്റെ ഒരു സിംറ്റം ആണ്. PMOS ഉള്ളപ്പോൾ ചിലരിൽ ആൻഡ്രോജൻ എന്ന മെയിൽ ഹോർമോണിന്റെ ലെവൽ കൂടുതലായിരിക്കും. അതിന്റെ റിസൾട്ട് ആയിട്ട് ഫേസില്, ചിന്നില്, അപ്പർ ലിപ്പില്, ഈ കൃതാവിന്റെ ഏരിയയില്, അതുപോലെ ചെസ്റ്റിലൊക്കെ കോഴ്സ് ഡാർക്ക് ഹെയർ ഗ്രോത്ത് കൂടുതലായി കാണാം. ഇതിനെ ഹിർസ്യൂട്ടിസം എന്നാണ് പറയുന്നത്. വാക്സിങ്, ത്രെഡിങ്, ഷേവിങ് അല്ലെങ്കിൽ ലേസർ ഒക്കെ ചെയ്താൽ ഈ ഹെയർ ഗ്രോത്ത് ടെമ്പററിലി മാനേജ് ചെയ്യാനായിട്ട് സഹായിക്കും. പക്ഷേ അണ്ടർലൈൻ ഹോർമോണൽ ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് ഇവാലുവേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. എന്നാൽ മാത്രമേ അതിനൊരു പെർമനന്റ് സൊല്യൂഷൻ കിട്ടുള്ളൂ. അതുകൊണ്ട് ഈ ഫേഷ്യൽ ഹെയർ ഗ്രോത്തിനൊപ്പം ഇറഗുലർ പീരിയഡ്സ്, ആക്നെ, സ്കാൽപ്പ് ഹെയർ ഫോള്, വെയിറ്റ് ചേഞ്ചസ് തുടങ്ങിയ സിംറ്റംസിൽ ചിലതെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇഗ്നോർ ചെയ്യരുത്. ഓർക്കുക, നിങ്ങളുടെ ബോഡി തരുന്ന സിഗ്നൽസ് കറക്റ്റായി മനസ്സിലാക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇപ്പോൾ ഫേഷ്യൽ ഹെയർ ഉള്ളതുകൊണ്ട് മാത്രം അത് PMOS ആണെന്ന് ഉറപ്പിക്കാൻ പറ്റില്ല. കാരണം കണ്ടെത്താൻ ആവശ്യമായ മെഡിക്കൽ ഇവാലുവേഷൻ ചെയ്യണം. PMOSും ഹോർമോണൽ ഹെൽത്ത് റിലേറ്റഡ് ആയ കൂടുതൽ വീഡിയോസ് വേണമെങ്കിൽ PMOS എന്ന് കമൻറ്റ് ചെയ്യും.